ആലുവ മാർക്കറ്റ് മേൽപ്പാലത്തിന് സമീപം മധ്യവയസ്കന് കുത്തേറ്റു. ആലുവ മാർക്കറ്റ് മേൽപ്പാലത്തിന് സമീപം തമ്പടിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള വെളിയത്തുനാട് സ്വദേശി ആനപ്പാപ്പാൻ എന്ന് വിളിക്കുന്ന സാജനാണ് കുത്തേറ്റത്. രാവിലെ 8:45 സംഭവം. സീമാസിന് സമീപം ക്ലോക്ക് ടവറിന് താഴെയുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഇയാൾ രാവിലെ കുത്തേറ്റു എന്ന് പറഞ്ഞ് ഓടിയെത്തുകയായിരുന്നു. ഓട്ടോ തൊഴിലാളികൾ ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവിടെ അവിടെ നിന്ന് ഓടി ഇങ്ങനെ വന്ന് പെടലേക്ക് കൈ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എനിക്കൊരു കത്തിക്കൊന്ന് കുത്തി. അപ്പം പറഞ്ഞ് എന്നെ കരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ, ഞാൻ ഇപ്പം മരിച്ചു പോകുന്നത്. അപ്പോൾ എവിടെ കുത്തിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഇവിടെ ചോര തീറ്റായിരുന്നു. അത് കഴിഞ്ഞ് വേദന അപ്പോഴത്തേക്കും ഞാൻ ചോര കണ്ടുപോയി എൻ്റെ റിലേ പോയി. അപ്പോൾ കുറച്ചിങ്ങനെ കറങ്ങി നടന്നിട്ട് അവൻ വീണവിടെ വീണ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഉള്ള മനുഷ്യന്മാരുടെ അടുത്ത് ചോദിച്ച് ഒരാളും സഹായിക്കാൻ ഒന്നും വരാമെന്ന്, ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറ്റാനായിട്ട്. അങ്ങനെ വേറെ ബൈക്കിൽ പോയ ഒരാൾ, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്, ആരും വന്നില്ല. ആ ബൈക്കിൽ പോയ ആൾ വന്ന് വണ്ടി കയറി ആളെ പിടിച്ച് വണ്ടി കയറ്റി നേരെ കാരോത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാരോത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കിയിട്ട് പേര് പറഞ്ഞു കൊടുത്തു. ആനപ്പാപ്പാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും. ഞങ്ങൾക്ക് ആ പേര് തന്നെ അറിയുള്ളൂ. ആനപ്പാപ്പാൻ എന്ന് പറയുന്നുണ്ട് ആൾക്കാർ. അതുകൊണ്ട് ആ പേര് നമ്മളും വിളിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ മടക്കിയെന്ന് പറയുന്നുണ്ട്, അങ്ങോട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. സ്ഥിരം ഇവിടെ ഉള്ള ആളാണ് ഈ ആളിവിടെ സ്ഥിരമായിട്ട് മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ്. എപ്പോഴും മദ്യം മേടിക്കാനും കുറെ കൂട്ടുകാരുണ്ട്. ഇവിടെ വന്ന് കൂട്ടുകൂടി വെള്ളം മേടിച്ച് കൊണ്ടത് വന്ന് വെള്ളം മേടിക്കാനായിട്ട് 4 ദിവസം എന്നെ വിളിച്ച്. ഞാൻ മദ്യം മേടിക്കാൻ ഞാൻ വരില്ല, കാരണം മദ്യം മേടിച്ചത് 4 ദിവസം പോയിട്ട് എനിക്ക് കാശ് തന്നില്ല. അതുകൊണ്ട് ഈ മദ്യം മേടിക്കാൻ എൻ്റെ അടുത്ത് പറയും, നിനക്ക് വേറെ വീട്ടിൽ കൊണ്ടാക്കണോ, ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കി തരാം, മദ്യം മേടിക്കാൻ എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവരുടെ കമ്പനിക്കാരെ എന്നെയാണോ കുത്തിയൊന്നും കൃത്യമായിട്ട് അറിയില്ല. അവൻ്റെ കയ്യിൽ ചെറിയൊരു കത്തി കിടക്കാറുണ്ട് എപ്പോഴും. അതായത് കത്തി ഉണ്ടെന്നൊക്കെ പറയേണ്ട ആൾക്കാർ കൃത്യമായിട്ട് എനിക്കറിയില്ല. ആ കത്തി മേടിച്ചിട്ടാണോ കുത്തിയൊന്നും അതും അറിയില്ല. ഇവിടെ ഇതെന്നെ പരിപാടി, ഇതിൽ നിന്നെല്ലാം തുടങ്ങിയതല്ല. മിക്ക ദിവസങ്ങളിലും ഇവിടെ കാട്ടിക്കൂട്ടും വെട്ടിക്കൂട്ടും റാത്തിക്കൂട്ടും ഇവിടെ നടക്കുന്നതാണ്. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടുകൾ പല പ്രാവശ്യവും നമ്മള് പല റിപ്പോർട്ട് പല ചാനലിലും വന്നിട്ടുണ്ട്. ഇതിനെ കുറിച്ച് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ ഡെയിലി രാവിലെ വരിക, അവരിവിടെ പരസ്യമായിട്ട് ഫ്ലൈഓവറിന്റെ മദ്യപിക്കുക, കഞ്ചാവ് ഉപയോഗിക്കുക, അത് കച്ചവടവും, കഞ്ചാവിന്റെ കച്ചവടവും. ഇതൊന്നും ആർക്കും നോക്കാം, കാരണം നോക്കിയിട്ട് കാര്യമില്ല. എത്ര പ്രാവശ്യം എത്ര ആൾക്കാരെ കൊണ്ടുപോയാലും അവര് ഇതിനെ മാറിയിട്ട് അതിന്റെ കയറി തിരിച്ചിവിടെ തന്നെ വരും. എന്നിട്ട് ഇന്നിപ്പോ രാവിലെ ഉണ്ടായതുകൊണ്ട് ഇന്ന് രാവിലെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത് സ്ഥിരം പ്രശ്നക്കാരനായ ഒരാളാണ്. ഇവിടെ മദ്യപിച്ച് ഇവിടെ ആളുകളെ കൂട്ടുന്ന ഒരാള്, ഇവിടുത്തെ ഒരു ഗ്യാങ് ലീഡർ എന്ന് പറയാം. അദ്ദേഹത്തിന് ഇത് കുത്തിവെക്കുകയാണ്. അത് നമ്മുടെ ക്ലോക്ക് ടവറിന്റെ അടിയിൽ വെച്ച് ആരോ ആളെ കണ്ടില്ല, ആളെ കണ്ടില്ല, പക്ഷെ ചോര ഒരു 3-4 ലിറ്റർ ചോര പോയിട്ടുണ്ട്. അത് കഴുത്തിനെ കുത്തി കൊണ്ടുപോയത് ആളെ കാരത്തൂരിലേക്ക് കൊണ്ടുപോയി, കാരത്തൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്കറിവ്. ബാക്കിയുള്ള ഡീറ്റെയിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇവിടുത്തെ അവസ്ഥ ഇതാണ്. കള്ളും കഞ്ചാവും ഉപയോഗിച്ച് ഇവിടെ നടക്കുന്ന അഴിഞ്ഞാട്ടം അത് നിർത്തലാക്കണം. അതിനിവിടെ നഗരസഭ പോലീസും ഒന്നിച്ചു നിന്ന് ഇത് നിർത്തലാക്കിയാൽ മാത്രമേ ഈ ആലുവ ഉണ്ടാവുള്ളൂ. ഇയാൾ മേൽപ്പാലത്തിന് സമീപം തമ്പടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടയാളാണെന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാളാണ് കുത്തിയെന്നാണ് സംശയിക്കുന്നത്. മാർക്കറ്റ് ഫ്ലൈ ഓവറിന് താഴെ നിരവധി സാമൂഹ്യ വിരുദ്ധരാണ് തമ്പടിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മദ്യലഹരിയിൽ ഇവർ പരസ്പരം തമ്മിലടിക്കുന്നതും പതിവാണ്. നിരവധി തവണ ഇത്തരത്തിൽ ഇവരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്തകൾ ചെയ്തിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെയും നടപടിയെടുത്തില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.